ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 7. സർവശക്തനായ സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ. സൃഷ്ടി. സചേതനമായതിനെ അചേതനമാക്കുക, അചേതനമായതിനെ സചേതനമാക്കുക. ഒരിക്കൽ പുട്ടപർത്തിയിൽ ആടിയ ഈശ്വരലീലകളിലൊന്നാണിത്. ഉറുമ്പ് മണിയായി. ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ചകൾ പുണ്യ ദിവസങ്ങളാണ്. ഹിന്ദു സ്ത്രീകൾ യഥാചാരം ഗൗരി പൂജ ചെയ്യും. അത്തരമൊരു സന്ദർഭം സ്വാമിയുടെ തൃപ്പാദങ്ങളിലും ആരാധന നടത്താനുള്ള അവസരം നേടാൻ ഒരു ഹിന്ദു ദമ്പതികൾ ആഗ്രഹിച്ചു. അവർ ഭഗവാനോട് അനുവാദത്തിന് അപേക്ഷിച്ചു. വിഭു ഉടൻ അനുവദിച്ചു. അതിനുശേഷം അവർ ആവശ്യമുള്ളതെല്ലാം ശേഖരിച്ചു. പക്ഷേ അവർക്ക് കറുത്ത മുത്തുകൾ ശേഖരിക്കാനായില്ല. അതാകട്ടെ പൂജയ്ക്ക് അത്യാവശ്യം വേണ്ടതുമാണ്. വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ കറുത്ത മുത്തുമണികൾ നെക്ലസിൽ കോർത്തിടാറുണ്ട്. അത് മംഗളകരമാണെന്ന് വിശ്വാസം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഭഗവാൻ വന്നു സിംഹാസനത്തിലിരുന്നു. ചിത്തോദ്വേഗത്താൽ ദമ്പതികൾ വളരെ പ്രധാനപ്പെട്ട കറുത്തമുത്തിൻ്റെ കാര്യം വിട്ടുപോയി. ചടങ്ങ് ആരംഭിക്കാറായി. പെട്ടെന്നൊരു വലിയ കറുത്ത ഉറുമ്പ് സ്വാമിയുടെ തൃപ്പാദത്തിൽ അർപ്പിച്ച പുഷ്പത്തിൽ നിന്നും പുറത്തു കടന്നു. അവിടുന്ന് പുഞ്ചിരി തൂയിക്കൊണ്ട് പൂർവ്വം ചോദിച്ചു, ദേ ഇതെന്ത്? എന്നെ കറുത്ത എറുമ്പുകളെ കൊണ്ടാണോ പൂജിക്കുന്നത്? അതിനുശേഷം അവിടുന്ന് ആ ഉറുമ്പിനെ എടുത്ത് ഭക്തരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ പകച്ചുപോയി. ആ ഉറുമ്പ് ആ നിമിഷം 2 കറുത്ത മുത്തുകളായി മാറി. അങ്ങനെ എന്താണോ ആ പൂജയിൽ കുറവുണ്ടായിരുന്നത് അത് അവരുടെ കൈകളിൽ എത്തിച്ചേർന്നു. കേവലം ഇച്ഛാശക്തി കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെടുന്ന സ്വാമിയുടെ മഹിമയിൽ അവർ ആശ്ചര്യം പൂണ്ടു. ആചാരപ്രകാരം തന്നെ പൂജകൾ മുഴുപ്പിക്കാൻ ബാബ തങ്ങളെ പ്രാപ്തരാക്കിയതിൽ അവർ അത്യധികം സന്തുഷ്ടരായി. ഈ സംഭവത്തിൽ ഭഗവാൻ സചേതനമായ ഒന്നിനെ അതിൻ്റെ ജീവൻ എടുക്കാതെ തന്നെ അചേതനമായ ഒന്നാക്കുകയായിരുന്നു. ഇനി മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ജീവനില്ലാത്തൊരു വസ്തുവിനെ ഒരിക്കൽ അവിടുന്ന് ജീവനുള്ള വസ്തുവാക്കി. വെറ്റിലയിൽ നിന്നും തത്തമ്മ. ആ സമയത്ത് സ്വാമി ആന്ധ്രാപ്രദേശിൽ യാത്രയിലാണ്. ഭഗവാൻ ഒരു ഭക്തഹൃദയത്തിൽ താമസിച്ചു. ആഹാരത്തിന് ശേഷം ഒരു വെള്ളി താമ്പോളം കുരുന്നു വെറ്റിലയും പാക്ക് പൊടിച്ചതും ചുണ്ണാമ്പും മറ്റു ചേരുവകളായി വീട്ടുകാർ വിഭുവിന് മുന്നിൽ വെച്ചു. സ്വാമി വെറ്റില എടുത്ത് അതിൻ്റെ ഞരമ്പുകൾ മാറ്റി ഒരുക്കാൻ തുടങ്ങി. മുറുക്കാനുള്ളത് ഒരുക്കിയെടുക്കുന്നു എന്ന് തോന്നും പോലെ. വെറ്റിലയുടെ എടുത്ത് മാറ്റിയ ഞരമ്പുകൾ ഭഗവാൻ ഒരു തത്തമ്മയുടെ ആകൃതിയിൽ വെള്ളിപ്പാത്രത്തിൽ വെച്ചു. ചുറ്റിനുമുള്ള ഭക്തന്മാരോട് സംസാരിക്കവേ പൊടുന്നനെ അവിടുന്ന് ചോദിച്ചു, ഈശ്വരന് ഏത് കാര്യത്തിലാണ് തിരക്ക്? നിങ്ങൾ എന്ത് കരുതുന്നു? സൃഷ്ടികർമ്മത്തിൽ, ആരോ പറഞ്ഞു. സ്വാമി ഉടനെ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ വെള്ളിത്താമ്പാളത്തിൽ ഉണ്ടാക്കി വെച്ച തത്തമ്മയുടെ രൂപത്തിൽ തൊട്ടു. ആ നിമിഷം തത്തമ്മ അതിശക്തിയായി ചിറകുകളടിച്ച് പറന്നുയർന്നു. ഈ അത്യത്ഭുത ദൃശ്യം കണ്ട ഭക്തർ അന്താളിച്ചു പോയി. ഭക്തജനങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുകൊണ്ട് ഭഗവാൻ മോഹിപ്പിക്കും വിധം ചിരിച്ചു. ഉഴുന്നുവടയിൽ വജ്രക്കമ്മൽ. ഒരിക്കൽ ഇന്ദുലാൽ ഷാ ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ ആഹാരം സ്വീകരിക്കുന്നതിനായി ബോംബെയിൽ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. സ്വാമി ഊണുമേശയുടെ ഒരു വശത്തിരുന്നു. എതിർവശത്ത് ഷായും പുത്രിയും. ശ്രീമതി ഷാ അപ്പോഴും ഉണ്ടാക്കിയ വടകളുമായി എത്തി. അവർ അത് ഭഗവാന് മുന്നിൽ വെച്ചു. സ്വാമി വടകളിൽ ഒന്നെടുത്ത് ഷായുടെ പുത്രിയുടെ പ്ലേറ്റിൽ വെച്ചു. അത് കഴിക്കുന്നതിന് മുമ്പ് 2ആയി മുറിക്കാൻ അവിടുന്ന് പെൺകുട്ടിയോട് അരുളി. ആ കുട്ടി അങ്ങനെ ചെയ്തു. ഓരോ കഷ്ണത്തിൽ വജ്രം പതിപ്പിച്ച കമ്മൽ കണ്ടു. അത് കണ്ട് അവരെല്ലാവരും കോൾമേർ കൊണ്ടു. സ്വാമി തൻ്റെ തൃക്കൈകളാൽ അത് കുട്ടിയുടെ കാതിൽ അണിയിച്ചു. ഇത്തരം ഓരോ സംഭവങ്ങളിലും ഏതിൽ നിന്നും എന്തൊക്കെ സൃഷ്ടിച്ചു എന്നതിലല്ല, സ്വാമിയുടെ സങ്കല്പശക്തിയാണ് മൂലകാരണം അതുമാത്രമാണ്. കാരണവും അതുപോലെ കാര്യവും. പരിപാലനം. ത്രയീ വൃന്ദാവനത്തിലെ സ്വാമിയുടെ വസതിയിലെ ഒരു സന്ദർഭം. അവിടെ കൂടിയ വിദ്യാർത്ഥികളോടും സ്റ്റാഫിനോടും സംസാരിക്കാനായി സ്വാമി ബ്രിഗേഡിയർ S.K. ബോസിനെ ക്ഷണിച്ചു. സ്വാമിയുടെ തൃപ്പാദത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് ബ്രിഗേഡിയർ പറഞ്ഞതിലേറെയും. സംസാരിച്ചതിന് ശേഷം തൃപ്പാദ സ്പർശനത്തിനായി അദ്ദേഹം സ്വാമിയെ സമീപിച്ചു. ഭഗവാൻ അതിന് അനുവദിച്ചില്ല. പക്ഷെ ചോദിച്ചു, ആ ദസറ ദിവസം നടന്ന സംഭവം നീ എന്തുകൊണ്ട് പരാമർശിച്ചില്ല? ബ്രിഗേഡിയർ ബോസ് പറഞ്ഞു, സ്വാമി, ഞാൻ അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അവിടുത്തെ സൂക്ഷ്മമായ അദൃശ്യകരങ്ങളിൽ വെറുമൊരു ഉപകരണം മാത്രമാണ് ഞാൻ. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമില്ല. ആ ദിവസം അവിടുന്ന് എനിക്ക് ജീവൻ തിരിച്ചു നൽകിയ കാര്യം ഒരിക്കലും മറക്കാനും കഴിയില്ല. ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. സ്വാമി, ഞാൻ എത്രമാത്രം അവിടുത്തോട് കടമപ്പെട്ടിരിക്കുന്നു എന്ന് വാക്ക് വിവരിക്കാനാവില്ല സ്വാമി. അതിനുശേഷം തൻ്റെ തൃപ്പാദ സ്പർശനത്തിനുള്ള വിശേഷ ആനുകൂല്യം വിഭു അനുവദിച്ചു. ബ്രിഗേഡിയർ ബോസ് മെല്ലെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാമി സ്റ്റാഫിനോടായി പറഞ്ഞു, ആ ദിവസം ബോസ് ശരിക്കും ഭരിച്ചിരുന്നു. ഞാൻ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതാണ്. എനിക്കായി ഇനിയുമേറെ അവന് ചെയ്യാനുണ്ട്. 2 മാസം മുമ്പ് സ്വാമി ബോസിനെ ഒരു ചുമതല ഏൽപ്പിച്ചു. മന്ദിരത്തിന് ചുറ്റും 12 അടി വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുക. ദസറ ഉത്സവാശങ്ങൾക്ക് മുമ്പ് ജോലി പൂർത്തിയാക്കണമെന്ന് വിഭു നിർദ്ദേശിച്ചു. 25 ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്യേണ്ടി വന്നു പണി പൂർത്തിയാകാൻ. ഭക്തിയുടെയും പ്രേമത്തിൻ്റെയും ആ ജോലിയിൽ ധാരാളം ഭക്തന്മാരും പങ്കെടുത്തു. അന്നുള്ള ജോലി തീർത്ത ശേഷം ബോസ് എല്ലാ സാധനങ്ങളിലുമുള്ള സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാനെത്തും. ദസറ ഉത്സവകാലങ്ങളിൽ 10 ദിവസം സ്വാമി പതിവ് പ്രകാരം പ്രഭാഷണം ചെയ്യാറുണ്ട്. അവസാന ദിവസം, അതായത് വിജയദശമി ദിവസം
1988 ഒക്ടോബർ 20 വ്യാഴാഴ്ച ബോസിന് അന്ന് കടുത്ത പനിയുണ്ടായിരുന്നു. എന്നിരുന്നാലും വിഷമിച്ച പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിലെത്തി വേദിക്ക് സമീപമുള്ള കസേരയിലിരുന്നു. സ്വാമി പ്രഭാഷണം ആരംഭിച്ചു. ആ സമയം ബോസിന് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ഉടൻ തന്നെ കസേരയിൽ കുഴഞ്ഞു വീണു. വിചിത്രമൊന്നും പറയട്ടെ, കണ്ണുകൾ അടച്ചിരുന്നെങ്കിലും തൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നു അദ്ദേഹം. കനക നിറമേറുന്ന ഒരു കൂറ്റൻ പക്ഷി അത് കരുണ നിറഞ്ഞ മിഴികളോടെ ബോസിനെ നോക്കുകയാണ്. ഇത്ര വലിയ പക്ഷിക്ക് എങ്ങനെ ഈ ഹാളിൽ കടക്കാൻ കഴിഞ്ഞെന്ന് സങ്കല്പിക്കാൻ കൂടി കഴിഞ്ഞില്ല ബോസിന്. പക്ഷേ സ്വാമി തൻ്റെ ഇരു കൈകളും ഉയർത്തി വീശുന്നത് കണ്ടു. പക്ഷിയെ ഓടിച്ചു വിടാനെന്ന പോലെ അതുടൻ അപ്രത്യക്ഷനായി. പ്രഭാഷണത്തിനിടെ സ്വാമി ഒരു പദ്യം ചൊല്ലുകയായിരുന്നു. സ്വാമി പെട്ടെന്ന് അത് പകുതി വെച്ച് നിർത്തി. തിടുക്കത്തിൽ വേദിയിൽ നിന്ന് താഴെ വന്ന് വിഭുവിൻ്റെ വലതുകരം എന്തോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ബോസിനെ ഇടതുകരം കൊണ്ട് തോളിൽ പിടിച്ചുയർത്തുമ്പോൾ സ്വാമി വലതുകരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിന് പുറകിൽ തട്ടി. ഒരു പക്ഷേ അവിടുത്തെ വലതുകരത്തിൽ ബോസിൻ്റെ ജീവനായിരുന്നിരിക്കാം. ശിരസിൽ തട്ടി ജീവനെ ശരീരത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചതാകാം. ബോസ് കണ്ണു തുറന്നു. അദ്ദേഹത്തിന് അതിശയിച്ചുപോയി. സ്വാമി തൊട്ടരികിൽ, അതും പുണ്യദിനമായ വിജയദശമി നാളിൽ. സ്വാമിയുടെ പാദസ്പർശത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ബോസ് കൈനീട്ടി. എഴുന്നേറ്റ് നിൽക്കാൻ സ്വാമി അദ്ദേഹത്തോട് അരുളി. പക്ഷേ ബോസ് ഇരുന്നുകൊണ്ട് തന്നെ പ്രണാമം അർപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചു. സ്വാമി പ്രകൃതി തട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ശക്തി പകർന്നു. അവിടുന്ന് അരുളി, എഴുന്നേൽക്കൂ, വേദിയിലേക്ക് വരിക, വാതിലിനരികിലുള്ള സീറ്റിലിരിക്കൂ. ബോസ് അനുസരിച്ചു. അതിനുശേഷം പവൻ പ്രഭാഷണം പുനരാരംഭിച്ചു. 1 മണിക്കൂറോളം പ്രഭാഷണം തുടർന്നു. ആ 1 മണിക്കൂറിനുള്ളിൽ നിർജ്ജീവമായിരുന്ന ബോസിൻ്റെ മുഖം ക്രമേണ ജീവചൈതന്യം ആർജിച്ചു. പിന്നീട് 2 മാസം കഴിഞ്ഞ് ഹിൽ വ്യൂ സ്റ്റേഡിയത്തിൽ കായികമേള ആഘോഷിച്ചു. അതിൻ്റെ തുടക്കമായി സ്വാമി മേളയുടെ പതാക ഉയർത്തി. പതാകയിൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ശ്രീ ഗരുഡൻ്റെ ദിവ്യരൂപം കണ്ട് ബോസ് പുളകം കൊണ്ടു. അന്ന് വിജയദശമി നാളിൽ തൻ്റെ അരികിൽ വന്നിരുന്ന കരുണാപൂർവ്വം നോക്കിയതും ഇതേ പക്ഷിയായിരുന്നുവെന്ന് ബോസ് ഓർമ്മിച്ചു. കുറേ കാലം കഴിഞ്ഞ് ബോസ് അറിയാനിടയായി, ഗരുഡപുരാണ പ്രകാരം പുണ്യാത്മാക്കളെ ഗരുഡനാണ് ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതത്രേ. ബ്രിഗേഡിയർ ബോസ് ഭഗവാനാണ് തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതെന്ന് വിനയപൂർവ്വം അറിയിച്ചപ്പോൾ തൻ്റെ നന്ദി വിവരിക്കാൻ വാക്കുകൾക്കാവില്ലെന്ന് പറഞ്ഞത് ഈ സംഭവിച്ചാണ്. നീ ആത്മസ്വരൂപം. ബാബ ഒരിക്കൽ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ശാരീരിക അവയവങ്ങളുമായി കൈകാലുകൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവർക്ക് ആത്മാവിനുള്ള ബന്ധത്തെക്കുറിച്ചും വിവരിച്ചു. അവിടുന്ന് അരുളിയതിൻ്റെ സാരം ചുരുക്കത്തിൽ, മനസ്സ്, ചിത്തം, ഇന്ദ്രിയങ്ങൾ ഇവ ഒരുമിച്ച് ചേർന്നാണ് ശരീരത്തിന് പൂർണ്ണാകൃതി കൊടുക്കുന്നത്. പക്ഷേ ഇവയുടെ സമ്മിശ്രണമല്ല ആത്മാവ്. ആത്മാവ് ശരീരത്തിലുണ്ട്, ആത്മാവ് മനസ്സിലുണ്ട്, ആത്മാവ് ബോധത്തിലുണ്ട്, ഇന്ദ്രിയങ്ങളിലുമുണ്ട്. ഇവയെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ലളിതമായൊരു സാദൃശ്യത്തിലൂടെ ഇത് വിശദീകരിക്കാനാവും. ഒരു കാർ, അതിൻ്റെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക് എന്നിങ്ങനെ ധാരാളം ഭാഗങ്ങളുണ്ട്. പക്ഷേ ഇവയെ ഓരോന്നും തനിയെ പ്രവർത്തിക്കുമോ? കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഹോൺ സ്വയമേ മുഴങ്ങുമോ? സ്റ്റിയറിംഗ് സ്വയം ചലിക്കുമോ? തീർച്ചയായും ഇല്ല. അതിനെല്ലാം പുറകിൽ അത് പ്രവർത്തിപ്പിക്കാൻ ഒരു ഡ്രൈവർ വേണം. അതുപോലെയാണ് ശരീരം. അത് കാറ് പോലെ ആത്മാവാണ് സാരഥി. ആ സാരഥി കണ്ണിനെ കാണാനാക്കുന്നു, ചെവിയെ കേൾക്കാനാക്കുന്നു, നാവിനെ സംസാരിക്കാനുമാക്കുന്നു. എത്ര കാലം ഡ്രൈവറുണ്ടോ അത്ര കാലം മാത്രമേ ഓരോ ഭാഗങ്ങളും അതിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യൂ. സാരഥി ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതേ കണ്ണുകൾ പിന്നെ ഒന്നും കാണില്ല, അതേ ചെവികളൊന്നും കേൾക്കില്ല, അതേ കരങ്ങൾ യാതൊന്നും ചെയ്യില്ല, അതേ നാവിന് സംസാരിക്കാനും കഴിയില്ല. എല്ലാ ഭാഗങ്ങളും അവയവങ്ങളും പ്രവർത്തനരഹിതമാവും. നേരത്തെ ഇവയെല്ലാം ജോലി ചെയ്യിപ്പിച്ചിരുന്നത് യജമാനനായിരുന്നു. ആത്മാവ് ആ യജമാന ശരീരത്തിൽ ഏത് കാലം വരെയുണ്ടോ അക്കാലം വരെ ഈ ശരീരം ശിവം. എപ്പോൾ യജമാന ശരീരത്തെ വിടുന്നുവോ അപ്പോഴത് ശവം. സ്വാമി ഇങ്ങനെ ഇക്കാര്യത്തിൽ അവസാനിപ്പിക്കുന്നു. നാം നമ്മുടെ യാഥാർത്ഥ്യം പര്യാലോചിക്കുമ്പോൾ നമുക്കുടൻ തന്നെ മനസ്സിലാകും നാം ആത്മസ്വരൂപമാണെന്ന്. അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ മറ്റെല്ലാ ഘടകങ്ങളും ഉപകരണങ്ങൾ മാത്രമാണ്, ആത്മാവല്ല. സിംല സംഭവം. ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ ദൈവിക ശക്തി വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവം ഇതാ. ഒരിക്കൽ ശ്രീ സത്സായി കുറച്ച് ഭക്തർക്കൊപ്പം സിംലയിൽ പോയി. ശരണ്യാനന്ദ സ്വാമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആ യാത്ര അവിശ്വസനീയമായ സംഭവമായി. സിംലയിലുള്ള താമസ സ്ഥലത്ത് സംഘം ചെന്നപ്പോൾ സായാഹ്നം 6:30 മണിക്ക് ഇരുട്ട് പരന്നു തുടങ്ങി. സമയത്ത് നഗരത്തിലുള്ള ഒരു ഗൃഹത്തിൽ ഒരു 2 വയസ്സുകാരൻ മരിച്ചു. മാതാപിതാക്കൾ കൊടിയ ദുഃഖത്തിലുണ്ട്. ആ വേദന കണ്ട് ഒരു സുഹൃത്ത് ഉപദേശിച്ചു, സത്സായി ബാബ ഇപ്പോൾ നഗരത്തിലുണ്ട്, മകൻ്റെ ശരീരവുമായി അങ്ങോട്ട് ചെല്ലൂ, കുട്ടിയെ പാദത്തിൽ സമർപ്പിക്കൂ, കരുണയ്ക്കായി കേഴൂ. സംഭ്രാന്തരായ മാതാപിതാക്കൾ കുട്ടിയുടെ ശരീരം തുണിയിൽ പൊതിഞ്ഞു കെട്ടി ബാബയുടെ അടുത്തേക്ക് പോയി. ഹൃദയം തകർന്ന അമ്മ കുഞ്ഞിനെ ബാബയുടെ കാൽക്കൽ കിടത്തി നിലവിളിച്ചു, സ്വാമി, എൻ്റെ കുഞ്ഞിന് ജീവൻ നൽകണേ, അവനെ ജീവിതത്തിലേക്ക് ഉണർത്തണേ. സദാ കാരുണ്യസ്വരൂപമായ വിഭു മൃതശരീരത്തിലേക്ക് കൃപാപൂർവ്വം നോക്കി. ശരീരത്തിൽ ചലനമുണ്ടായി. കുട്ടി കരയാൻ തുടങ്ങി. ദുഃഖത്തിൻ്റെ അലകടൽ ഉതിർത്ത കണ്ണുനീര് അനന്ത കണ്ണീരായി മാറി. ഭഗവാന്റെ തൃപ്പാദങ്ങൾ അവർ കണ്ണീർ വർഷത്താൽ അഭിഷേകം ചെയ്തു. ഭക്തന്മാർ അത്യാഗ്രഹത്തിലായി. ഈ അത്ഭുതത്തിൽ ഭക്തന്മാർ ആവേശഭരിതരായി. അവർ ഭഗവത് മഹിമകൾ ഉറക്കെ വിളിച്ചു. ജയ് ജയ് വിളികൾ അവിടെ പ്രതിധ്വനിച്ചു. ലയം.
കാരണം സുബമ്മ അനുഗ്രഹീതയായ ആത്മാവ്. ബാലസായിയെ സ്വപുത്രനെ പോലെ സ്നേഹിക്കുകയും ലാളിക്കാനും കഴിഞ്ഞ പുണ്യവതി. അവിടുത്തെ ദർശനത്തിനായി ഭക്തന്മാരുടെ എണ്ണം ദിനം തോറും കൂടുന്നു. ആ മഹതി ഭക്തർക്കുള്ള ആഹാരം ഒരുക്കും, അവരെ ഊട്ടും. സ്വാമിയെപ്പോലും ഭക്തജനങ്ങളോടുമുള്ള അന്തമില്ലാത്ത സേവനത്തിലൂടെ അവർ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചതായി കരുതി. പ്രശാന്തി മന്ദിരം പണിതുകൊണ്ടിരിക്കുന്ന കാലത്തൊരിക്കൽ സ്വാമി അവരോട് ഒരു നാൾ പറഞ്ഞു, ഇനി ഒരു വർഷം കൂടി അവർക്ക് ജീവിതമുള്ളുവെന്ന്. ഒരളവിൽ അവർ അൻപരുന്നുവെങ്കിലും കൂടുതൽ ആത്മാർത്ഥതയോടെ ഭക്തിയോടെ സ്വാമിയുടെ സേവനങ്ങൾ സ്വയം ഏർപ്പെട്ടു. അവരുടെ ആരോഗ്യം മെല്ലെ മോശമായി തുടങ്ങി. ബന്ധുജനങ്ങൾ അവരെ സംരക്ഷിക്കാനായി ഗ്രാമത്തിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ സ്വാമിയിൽ നിന്നും അകന്നിരിക്കുക അവർക്ക് അസഹനീയമായിരുന്നു. സുബമ്മ വളരെ വേഗം തന്നെ പർത്തിയിലേക്ക് മടങ്ങി വന്ന് തന്നാൽ കഴിയാവുന്ന സേവനകർമ്മങ്ങൾ ഈ ദുർബലാവസ്ഥയിൽ ഏർപ്പെട്ടു. കാലം കടന്നു. ഒരു ദിവസം കുറച്ച് ഭക്തന്മാർ പുട്ടപർത്തിയിലെത്തി സ്വാമിയെ തങ്ങളുടെ സ്ഥലത്തേക്ക് ക്ഷണിച്ചു. പുട്ടപർത്തി വിടും മുമ്പ് സ്വാമി സുബമ്മയ്ക്ക് വാഗ്ദാനം നൽകി. അവർ മരിക്കുവാൻ കാലം സ്വാമി അടുത്തുണ്ടാകുമെന്നും ഗംഗയിലെ പവിത്രജലം വായിലൊഴിച്ച് കൊടുക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. അതിനുശേഷം താമസിയാതെ സുബമ്മ മരിച്ചു. ഗ്രാമീണർ ചിലർ സ്വാമിയുടെ വാഗ്ദാനം ഓർമ്മിച്ചുകൊണ്ട് വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ഭഗവാൻ ഭക്തരോടൊപ്പം ദൂരെ തിരുപ്പതിയിൽ സമീപം ഉടൻ തന്നെ തിരിച്ച് പുട്ടപർത്തിയിലേക്ക് പോകണമെന്ന് സ്വാമി അരുളി. അങ്ങനെ വിഭു പർത്തിയിലെത്തി. ഏതാനും മണിക്കൂറുകൾ മുമ്പ് തന്നെ സുബമ്മ അവസാന ശ്വാസം കഴിച്ചതായി അവിടെ ഉണ്ടായിരുന്ന സ്വാമി അറിയിച്ചു. സുബമ്മ ശരീരത്തിൽ ഉറുമ്പുകൾ അരിച്ചു തുടങ്ങിയതായി അവിടുന്ന് കണ്ടു. സ്വാമി പ്രഖ്യാപിച്ചു, സുബമ്മ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പേ അവർ മരിച്ചതായി എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. അവർ മരിച്ചത് തന്നെ. സ്വാമി വരുന്നതിനെ മാത്രം ശരീരം സൂക്ഷിച്ചിരുന്നതെന്നും അവർ അറിയിച്ചു. പക്ഷേ സുബമ്മ ഇപ്പോഴും ജീവനുണ്ടെന്ന് സ്വാമി ഉറപ്പിച്ചു പറഞ്ഞു. സ്വാമി അവരുടെ സമീപത്ത് ചെന്നു. സുബമ്മ, നോക്കൂ, ഇത് ഞാൻ, നിങ്ങളുടെ സ്വാമി, ഞാൻ വന്നിരിക്കുന്നു. ചുറ്റും കൂടി നിന്നവരെ സംഭ്രാന്തിയിലാഴ്ത്തിക്കൊണ്ട് സുബമ്മ മിഴികൾ വളർക്കെ തുറന്നു. മിഴികളിൽ നിന്നും കണ്ണീരൊഴുകി. കാഴ്ചക്കാർ സ്തബ്ധരായി. സ്വാമി മൃദുവായി അവരുടെ ചുണ്ടുകളിൽ വിരൽ കൊണ്ട് സ്പർശിച്ചു. അദീപ്യമായ വിരലിൽ നിന്നും കുളിർമയുള്ള ദേവഗംഗ അവരുടെ വരണ്ട ചുണ്ടുകളിലേക്ക് ഒഴുകി. സുബമ്മ അത് കുടിച്ചു. അവരുടെ മുഖം വിവരണാതീതമായ സമൃദ്ധിയാലും സന്തോഷത്താലും ദീപ്തമായി. അവർ സ്വാമിയുടെ കരങ്ങളിൽ മൃദുവായി തടവി. മിഴികൾ മെല്ലെ അടഞ്ഞു. എന്നേക്കുമായി. സ്വാമിക്കറിയാം, ഓരോരുത്തരുടെയും കൃത്യമായ മരണ നിമിഷം, സൃഷ്ടി, സ്ഥിതി, ലയം ഇവ മൂന്നും സ്വാമിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് അവിടുന്ന് സ്വയം ഭഗവാനായത് തന്നെ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ എൻ്റെ കൈകളിൽ. ഇൻ്റർവ്യൂ മുറി. സ്വാമി ഭക്തന്മാരോട് സംസാരിക്കുന്നു. തൃക്കൈകൾ നീട്ടി കാണിച്ചോടെ സ്വാമി ചോദിച്ചു, ഇതിനുള്ളിൽ എന്താണ്? അതിലൊന്നുമില്ലെന്ന് ആരോ ഉത്തരം പറഞ്ഞു. തികഞ്ഞ പ്രശാന്തതയോടെ സ്വാമി അരുളി, ഈ ശൂന്യമായ കൈ സമസ്തം ഉൾക്കൊണ്ടിരിക്കുന്നു. സ്വാമി കൈകൾ അടച്ചു. അടുത്ത ക്ഷണം തുറന്നു. തൃക്കൈയിൽ ഒരു പച്ചക്കുതിര. അതിലും അത്ഭുതകരമായി അതിന് കഴിക്കാനുള്ള ഒരു കുഞ്ഞു തളിരിലയും തൃക്കൈയിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പച്ചക്കുതിര അത് കഴിക്കുകയായിരുന്നു. തെല്ലിട കഴിഞ്ഞ് ഭഗവാൻ തൃക്കൈ അടച്ച് വീണ്ടും തുറന്നു. ആ കൈകൾ ശൂന്യം. മുറിയിലുണ്ടായിരുന്ന ഭക്തന്മാർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഈ സംഭവത്തിലൂടെ സ്വാമി അജ്ഞരായ നമുക്കെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അവിടുത്തെ നിയന്ത്രണത്തിലാണെന്ന്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം. അർത്ഥഗർഭമായ കുറച്ച് വാക്കുകളിലൂടെ ഭഗവാൻ തൻ്റെ ദിവ്യത വിശദീകരിച്ചു. ഭ സൂചിപ്പിക്കുന്നത് സൃഷ്ടി, ഗ സൂചിപ്പിക്കുന്നത് പരിപാലനം, വാ സൂചിപ്പിക്കുന്നത് ലയം. ഈ പരമമായ 3 ശക്തി ആരിൽ മൂർത്തീകരിച്ചിരിക്കുന്നുവോ അവിടുന്നാണ് ഭഗവാൻ. എൻ്റെ തത്വത്തിൻ്റെ മഹനീയ രഹസ്യം ഇതാണ്. ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 7-ാം അധ്യായം സമാപ്തി.